bearing capacity in single pile in sand and clay. When compressive load is applied at the top of the pile will tend to move vertically downwards relative to the surrounding of the soil. അതായത് മേളിൽ നിന്ന് ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് താഴോട്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡ്യൂ ടു ദിസ് relative movement, friction develops between the soil and the pile surface. അതായത് അതിന് curved surfaceൽ friction generate ആവും സോയിലും പൈലിൻ്റെ ഇടയ്ക്ക്. As a result, the applied load is distributed as frictional load along the length of the pile. As the load increases, full frictional resistance is mobilized over the length of the pile. അതായത് നമ്മൾ മേളിൽ നിന്ന് പൈലിന് അകത്തോട്ട് മീൻസ് ഡ്രൈവ് ചെയ്ത് കയറ്റാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫിഗർ വെച്ചിട്ട് പറയാനാണെങ്കിൽ ഫിഗറില്ല ഓക്കെ അല്ലെങ്കിൽ ഇത് മൊത്തം വായിച്ചിട്ട് ഞാൻ ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, when the end bearing is mobilized, friction stresses will drop its maximum value. Thus, maximum value of frictional resistance and maximum value of point bearing resistance will not develop simultaneously. However, for calculation, we assume that the ultimate bearing capacity of the pile is equal to QU is equal to QP plus QS. And explanation ശരിക്കും എക്സാമിന് ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞേക്കാം. അതായത് മേളിൽ നമ്മളിപ്പം ഇങ്ങനെയല്ല, മേളിൽ താഴോട്ട് നമ്മൾ ഇത് പൈൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക, മേളിൽ നിന്ന് വെയിറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഹാമർ ചെയ്ത് നമ്മളിതിനെ പൈൽ താഴോട്ട് ഇറക്കുകയാണെങ്കിൽ ഇത് ഹാമർ ചെയ്യും തോറും ഇതിൻ്റെ ഇതകത്തോട്ട് മണ്ണിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോവും. ഇത് മണ്ണിൻ്റെ അകത്തോട്ട് കൂടുതൽ ഇറങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്രിക്ഷണൽ ഈ സൈഡിലും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൂടും. അപ്പം നമുക്ക് വേണ്ട അത്രയും മീൻസ് എത്രയാണോ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി വേണ്ടത് അതനുസരിച്ച് നമ്മളിത് ഹാമർ ചെയ്ത് പോകും. ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും നമുക്ക് വേണ്ട കപ്പാസിറ്റി അനുസരിച്ച് മീൻസ് കപ്പാസിറ്റിയും മേളിൽ നിന്ന് വരുന്ന ലോഡിൻ്റെ കപ്പാസിറ്റിയും കൂടെ ഈക്വേറ്റ് ആയിട്ട് മാച്ചായി പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നോക്കാൻ പോയാൽ ഈ പറയുന്ന ഫ്രിക്ഷനും എൻഡ് ബെയറിങ്ങും വരത്തില്ല. ബിക്കോസ് എൻഡിൽ ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിക്ഷൻ റെസിസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഈ ലോഡെല്ലാം കൂടെ നേരെ അടിയിലുള്ള സ്ട്രാറ്റജിയിലോട്ട് അങ്ങ് പോവല്ലേ. അപ്പോൾ അവർ പറയുന്നത് ആക്ച്വലി ഫ്രിക്ഷനും ഇതും കൂടെ ഒന്നിച്ച് എൻഡ് ബെയറിങ് കൂടെ ഒന്നിച്ച് ഒക്കെ അറിയത്തില്ല. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടേഷണൽ കേസസിന് വേണ്ടി നമ്മൾ അൾട്ടിമേറ്റ് ബെയറിങ് കപ്പാസിറ്റി ഓഫ് എ പൈൽ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ പ്ലസ് ബെയറിങ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഈ പറയുന്ന പോയിൻറ്റ് ബെയറിങ് കാരണതും ഫ്രിക്ഷൻ കാരണമുള്ളതുമായിട്ടാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോയിൻറ്റ് ബെയറിങ് കാരണമുള്ളതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന അൾട്ടിമേറ്റ് പോയിൻറ്റ് ബെയറിങ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് പോയിൻറ്റ് ബെയറിങ്, അതായത് ക്രോസ് സെക്ഷനിലും അൾട്ടിമേറ്റ് ഫ്രിക്ഷണൽ ബെയറിങ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, അതായത് കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദ പൈലും. ഓക്കെ, ഇഫ് QP ഗ്രേറ്റർ ദാൻ QF മീൻസ് ഇഫ് QP ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ QF, അതായത് എൻഡ് ബെയറിങ്ങിൻ്റെ വാല്യൂ വളരെ ഫ്രിക്ഷനിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എൻഡ് ബെയറിങ് പൈലും, ഫ്രിക്ഷൻ്റെ വാല്യൂ എൻഡ് ബെയറിങ്ങിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ അതിനെ ഫ്രിക്ഷൻ പൈലും എന്നും പറയും. ഓക്കെ, ഫോർ പൈൽ ഡ്രിവൺ ഇൻ സാൻഡ്, അതായത് സാൻഡിൽ നമ്മൾ പൈലടിച്ചിറക്കാൻ പോയാൽ അതിൽ മാക്സിമം താങ്ങാൻ പറ്റുന്ന സ്ട്രെസ് എത്രയാണോ അതാണ് അവർ മീൻസ് അതിനുള്ള ഇക്വേഷനാണ്. ഇതിന് സ്റ്റാറ്റിക് ഫോർമുല എന്നും പറയും. ഓക്കെ, നമ്മൾ തേർഡ് മൊഡ്യൂളിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു CNC പ്ലസ് QNQ പ്ലസ് ഹാഫ് B ഗാമ N ഗാമ എന്ന് പറയുന്നത്. ഇത് സാൻഡിൻ്റെ കേസിൽ കോഹഷൻ ഇല്ല, അതുകൊണ്ട് Cൻ്റെ വാല്യൂ 0 ആയിരിക്കും. QNQൻ്റെ ആണ് PD ഇൻറ്റു NQ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഹാഫ് D ഗാമ N ഗാമ എന്ന് പറഞ്ഞാൽ നേരത്തെ B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ വിഡ്ത്ത് എന്ന് പറയാനില്ല, ആ ഡയമീറ്റർ ചെറുതായതുകൊണ്ട് ഹാഫ് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്ന ഡയമീറ്റർ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു D ഗാമ N ഗാമ എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ടോട്ടൽ ലോഡ് ദാറ്റ് ക്യാൻ ബി റെസിസ്റ്റഡ് ബൈ ദ പൈൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന എൻഡ് ബെയറിങ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദ ബേസ് ആണ്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് QP ഈസ് ഈക്വൽ ടു PD മീൻസ് Q ആണ്. നമ്മൾ ഏതെടുക്കുക, നമ്മൾ സാൻഡിൻ്റെ ഫുട്ടിങ്ങിൻ്റെ കേസിൽ പറയുമ്പോഴത്തേക്കും Q ഈസ് ഈക്വൽ ടു ഗാമ D എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു സിനോണിമസ് ടേമാണ് PD ഇൻറ്റു NQ പ്ലസ് ഹാഫ് ഇൻറ്റു D ഗാമ N ഗാമ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈല്. ഓക്കെ, ഇത് IS സ്റ്റാൻഡേർഡ് മെത്തേഡും കൂടിയാണ്. ജനറലി ഈ ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പം നമുക്ക് ഈ ഫുൾ ടേമിൻ്റെ വാല്യൂ ചെറുതായിരിക്കും. അതുകൊണ്ട് ഇത് നെഗ്ലിജിബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് സാധാരണ പതിവ്. ഓക്കെ, അങ്ങനെ എൻഡ് ബെയറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്
ഇത് പി ഡി ഇൻറ്റു എൻ ക്യൂ. എന്നിട്ട് ടോട്ടൽ ലോഡ് ത്രൂ എൻ ബെയറിംഗ് എന്ന് പറയുന്നത് എൻ ബെയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എൻ ബെയറിംഗ്, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈൽ. ആ പൈലിൻ്റെ സർക്കുലർ ഏരിയ ആണെങ്കിൽ ആ ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞെടുക്കുന്ന ഏരിയ. പിന്നെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്, അതായത് ഈ സാൻഡിൻ്റെ അകത്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷൻ കാരണം എത്ര താങ്ങാൻ പറ്റും. അത് ഫ്രിക്ഷൻ കപ്പാസിറ്റി എഫ് എസ് എന്ന് പറഞ്ഞ ടേം ഇൻറ്റു ഏരിയ ഓഫ് ഫ്രിക്ഷൻ. ഏരിയ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുന്നത് കേർഡ് സർഫസ് ഏരിയ, അതായത് സൈഡിലുള്ള ഏരിയ. അതെങ്ങനെയാണ് എടുക്കുക, ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ആ ഫുൾ ഹൈറ്റ് ഓഫ് ദ പൈൽ. അപ്പോൾ 2πr, അതായത് ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ പൈ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ പൈൽ ഡെപ്ത് ഓഫ് ദ പൈൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കേർഡ് സർഫസ് ഏരിയ കിട്ടുക. ഓക്കെ, ഈ എഫ് എസ് എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കുന്ന കെ ടാൻ ഡെൽറ്റ പി ഡി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പി ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഗാമ ഡി എന്ന് പറഞ്ഞുകൊണ്ട് വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ പി ഡി നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പൈലിൻ്റെ കേസിൽ എടുക്കാൻ പോയാൽ മീൻസ് നല്ല നീളമുണ്ട്. ഏതിപ്പോൾ ഫിഗർ വരയ്ക്കാനാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു പൈൽ എടുക്കാൻ പോയാൽ അതിന് അത്യാവശ്യം ഡെപ്ത് ഉണ്ട്, ഡി എന്ന് പറയുന്ന ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഗാമ ഡി മീൻസ് ഡി എന്ന് പറഞ്ഞ ഡെപ്ത് ഉണ്ടെങ്കിൽ ഗാമ ഡി എന്ന് പറഞ്ഞ ടേമിന് നമുക്ക് ഈ ഫുൾ ഡി എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഈ സൈഡിലും മീൻസ് ഓരോ ലെങ്ത് അനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ അതിന് ഏരിയ ഓഫ് പി ഡി ഡയഗ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ഡയഗ്രം എടുത്തിട്ട് അതിൻ്റെ ഏരിയ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക, അതായത് സ്ട്രെസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊന്നുകൂടെ ഈ മീൻസ് കുറച്ചുകൂടെ പറഞ്ഞു വരുന്ന സമയത്ത് വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കെ ടാൻ ഡെൽറ്റ പി ഡി എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻസ് ഒന്നുകൂടെ എഴുതാം, ലൈക്ക് വേറെ രീതിയിൽ എഴുതാം, വിച്ച് ഇസ് കെ ടാൻ ഡെൽറ്റ ഇൻറ്റു ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം ഇൻറ്റു പൈൽ പെരിമീറ്റർ. അത് ആ സെക്ഷൻ എത്തുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ ടാൻ ഡെൽറ്റ എന്ന് പറയുന്നത് 0.75 ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. അത് ആ സെക്ഷൻ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ സ്റ്റാറ്റിക് മെത്തേഡ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് സ്റ്റാറ്റിക് മെത്തേഡ്, അത് കുറച്ചുകൂടെ നീറ്റായിട്ട് പറയുന്നതേ ഉള്ളൂ. ദി അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് എ പൈൽ ഇസ് എ മാക്സിമം ലോഡ് with which it can carry without failure or excessive settlement on the ground. Allowable load. The allowable load on a pile is a load which can be imposed upon it with adequate margin of safety. It may be the ultimate load divided by the suitable factor of safety. അതായത് അതിൻ്റെ മുകളിൽ നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് അതിന് താങ്ങാൻ പറ്റുന്ന ഫുൾ കപ്പാസിറ്റി അല്ല, അതിൽ നിന്നൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയോട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും. വേർ ക്യു എ ഈസ് ഈക്വൽ ടു അലോവബിൾ ലോഡ്, ക്യു ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് പൈൽ, എഫ് ഇസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മൾ ഇതിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഏതാ മൊഡ്യൂൾ 3 ഫുട്ടിങ്ങിൻ്റെ കേസ് നമ്മൾ ബെയറിംഗ് ചെയ്ത സെയിം ടേംസ് ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ റീജിയൻ ഒന്ന് നോക്കിയാൽ മതി. മൊഡ്യൂൾ 3 പാർട്ട് 1ൻ്റെ അകത്ത് ഈ ടേംസ് എല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റാറ്റിക് മെത്തേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ. കൺസിഡർ എ പൈൽ വിച്ച് ട്രാൻസ്ഫേഴ്സ് ലോഡ് ബൈ മീൻസ് ഓഫ് എ പോയിന്റ് റെസിസ്റ്റൻസ് ആൻഡ് സ്കിൻ ഫ്രിക്ഷൻ. അതായത് സോയിലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അത് നേരത്തെ ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്സാണ് ഈ കാണിക്കുന്നത്. ദി അൾട്ടിമേറ്റ് ലോഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് പോയിന്റ് ബെയറിംഗ് പ്ലസ് സ്കിൻ ഫ്രിക്ഷൻ. ക്യു യു ഇസ് ഈക്വൽ ടു ക്യു പി പ്ലസ് ക്യു എസ്. ഓക്കെ, ക്യു പി ആൻഡ് ക്യു എസ് മേ ബി അനലൈസ് സെപ്പറേറ്റ്ലി. ബോത്ത് ആർ based upon the state of stresses around the pile on the shear patterns that develop at failure. അതായത് ക്യു എസ് ക്യു പി എന്ന് പറയുന്നത് ഈ സോയിൽ ഷിയറിൽ ഫെയിൽ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് ഡിറൈവ് ചെയ്തേക്കുന്നത് എന്നാണ് പറയുന്നത്. പോയിന്റ് ബെയറിംഗ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ക്യു പി വിച്ച് ഇസ് ഈക്വൽ ടു എ പി ഇൻറ്റു സ്മോൾ ക്യു പി. അതായത് ബെയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് പൈൽ, ഏരിയ ഓഫ് ബെയറിംഗ് ഇസ് ഈക്വൽ ടു ബെയറിംഗ് റെസിസ്റ്റൻസ്. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ബെയറിംഗ് റെസിസ്റ്റൻസ് പറയുന്നത് നമ്മൾ കിലോ ന്യൂട്ടൻ്റെ പേരിലും, അത് പറയാൻ കാരണം വെച്ചാൽ ബെയറിംഗ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എത്ര കിലോ ന്യൂട്ടൺ താങ്ങാൻ പറ്റും. ഇതെന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ ടേംസിലാണ് വരുന്നത്. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ നമുക്ക് ലോഡ് എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് പോയിന്റ് ബെയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലോഡാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബെയറിംഗ് എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നതെല്ലാം സ്ട്രെസ്സിൻ്റെ ടേംസിലാണ് പറയുന്നത്. അത് ഇൻറ്റു ഏരിയ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ ലോഡ് കിട്ടുക. ഓക്കെ, പിന്നെ സ്കിൻ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സെയിം, അതുപോലെ തന്നെ ഏരിയ ഓഫ് സ്കിൻ ഫ്രിക്ഷൻ ഇൻറ്റു ബെയറിംഗ് കപ്പാസിറ്റി ഡ്യൂ ടു സ്കിൻ ഫ്രിക്ഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് എസ് എന്ന് പറയുന്നത് ആവറേജ് സ്കിൻ ഫ്രിക്ഷൻ ഫോർ ദ പൈൽസ് സോയിൽ സിസ്റ്റം. അതായത് സ്കിൻ നമുക്ക് മറ്റേ ബെയറിംഗ് പറയുമ്പോഴത്തേക്കും ഈ ഒരു സർഫസ് മാത്രമായിട്ട് എടുക്കാം. പക്ഷേ നമുക്ക് സ്കിൻ ഫ്രിക്ഷൻ എടുക്കുന്ന സമയത്ത്
ഓരോ പോയിന്റിലും ഫ്രിക്ഷൻ്റെ വാല്യൂ കുറവായിരിക്കും. അത് ഡെപ്ത് കൂടുന്തോറും ഫ്രിക്ഷൻ കൂടിക്കൂടി വരും. അപ്പോൾ ഈ ഇവിടെയുള്ള സ്കിൻ ഫ്രിക്ഷനേക്കാളും വളരെ കൂടുതലായിരിക്കും ഈ റീജിയനുള്ള സ്കിൻ ഫ്രിക്ഷൻ. അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫുൾ സാധനത്തിൻ്റെ ആവറേജ് സ്കിൻ ഫ്രിക്ഷൻ ഇൻറ്റു ഈ ഏരിയ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ. പൈൽസ് ഇൻ കോഹസീവ് സോയിൽ, അതായത് സി വാല്യൂ ഉള്ള സോയിൽസ്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്നത് വെച്ചാൽ ബെയറിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബെയറിങ്, അതെപ്പോഴും ഓർത്തിരുന്നത് ഏരിയ ഓഫ് ബെയറിങ്ങിൻ്റെ സ്ഥലത്ത് ഏരിയ ഓഫ് ബെയറിങ് ഇൻറ്റു ക്യൂവും മറ്റേ ബെയറിങ് സ്ട്രെസ്സും, ഫ്രിക്ഷൻ്റെ കേസിൽ ഏരിയ ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു സ്ട്രെസ്സുമാണ് എപ്പോഴും. അതുകൊണ്ട് ഞാൻ പിന്നെ ഏരിയയുടെ കാര്യം പറയില്ല. ഇക്വേഷൻ പറയുന്ന സമയത്ത് ജസ്റ്റ് ഈ ടേം പറയും, പിന്നെ ഏരിയ കൺസിഡർ ചെയ്യുന്ന പോലെ. ബിക്കോസ് ഇതാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. ഏരിയ ജസ്റ്റ് ഫിഗറിൻ്റെ അകത്ത് ജോമെട്രിയാണ്. ഓക്കെ. അപ്പോൾ ബെയറിങ്ങിൻ്റെ കേസിൽ സി പി ഇൻറ്റു എൻ സി എന്ന് പറയും, അല്ലെങ്കിൽ സി ഇൻറ്റു എൻ സി, അല്ലെങ്കിൽ ഈ പോയിന്റിലുള്ള കോയഷൻ്റെ മീൻസ് കോയസിസോയിൽ മീൻസ് കോയഷൻ്റെ വാല്യൂ ഇൻറ്റു എൻ സി എന്ന് പറഞ്ഞൊരു ടേം. പിന്നെ സ്കിൻ ഫ്രിക്ഷൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ആൽഫ ഇൻറ്റു കോഹഷൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ട്. ഈ ആൽഫ എന്ന് പറഞ്ഞ ടേം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതായത് ബെയറിങ് റെസിസ്റ്റൻസിന് നമ്മൾ കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റിക്കുള്ളത് സി പി ഇൻറ്റു എൻ സി എന്നും പറയും. സ്കിൻ ഫ്രിക്ഷൻ ആണെങ്കിൽ ആൽഫ ഇൻറ്റു സി. രണ്ടിൻ്റെയും കൂടെ അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ പിന്നെ പറയുന്നില്ല. ബെയറിങ്ങിൻ്റെ സ്ഥലത്ത് ബെയറിങ്ങിൻ്റെ ഏരിയയും ഫ്രിക്ഷൻ സ്ഥലത്ത് ഫ്രിക്ഷൻ്റെ ഏരിയയും. The ultimate load carrying capacity of a pile in kilonewton in cohesive soil is given by the equation area of bearing into Cp into Nc plus sigma ASI alpha into C. ഈ ആൽഫ ഇൻറ്റു സിയും ആൽഫ ഇൻറ്റു സി ഇൻറ്റു എ എന്നാണ്. പക്ഷേ സോയിൽ മാറുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ഡെപ്ത് വരെ, ഹാഫ് ഡെപ്ത് വരെ ഒരു സോയിലും മറ്റേ ഹാഫ് ഡെപ്ത് വരെ വേറൊരു സോയിലും ആണെങ്കിൽ നമ്മൾ ഈ സിഗ്മ എടുക്കും. അതായത് ഈ ഒരു മീൻസ് ഹാഫ് ഡെപ്തിലേക്കുള്ള കേർവ് സർഫസ് ഏരിയ ഇൻറ്റു ആൽഫ സി, സെക്കൻഡ് ഹാഫ് സർഫസിലേക്കുള്ള കേർവ് സർഫസ് ഏരിയ ഇൻറ്റു ആൽഫ സി. അങ്ങനെ the first term gives the end bearing resistance and the second term gives the skin friction resistance. നേരത്തെ പറഞ്ഞത് എ പി എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈൽ. സർക്കുലർ ആണെങ്കിൽ π/4 d സ്ക്വയർ, സ്ക്വയർ ആണെങ്കിൽ എ പി വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ബി, റെക്ടാങ്കിൾ ആണെങ്കിൽ എൽ ഇൻറ്റു ബി. ജസ്റ്റ് ബേസിക് ജോമെട്രിയാണ്, കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. എൻ സി എന്ന് പറയുന്ന ബെയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ വിച്ച് ഇസ് ടേക്കൺ ആസ് 9. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ 9 എന്ന് അസ്യൂം ചെയ്യണേ. എൻ സി എന്ന് പറയുന്നത് യൂഷ്വലി എപ്പോഴും സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പൈലിൻ്റെ കേസിൽ ബെയറിംഗ് ഇസ് ഈക്വൽ ടു സി എൻ സി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അപ്പം എൻ സി എന്ന് പറയുന്നത് 9 ആയിട്ടായിരിക്കും. 9C NC എന്ന് പറഞ്ഞുകൊണ്ടാണ് 9C NC π/4 d സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്. അപ്പം എൻ സിയുടെ വാല്യൂ എപ്പോഴും 9 ആയിരിക്കും. പക്ഷേ നമ്മൾ മറ്റേതൊരു കേസിൽ ചെയ്താൽ ഷാലോ ഫൗണ്ടേഷൻ്റെ കേസിൽ എൻ സിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അൺലെസ് 5 is equal to 0, ആ കേസിൽ 5.7 ആണ്. അത് ആ പാർട്ടി പറയുന്നത് ജസ്റ്റ് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സി പി എന്ന് പറയുന്നത് കോഹഷൻ എടുത്ത പൈൽ ടിപ്പ്, അതായത് ഈ പോയിന്റിൽ പൈൽ ടിപ്പിൻ്റെ സ്ഥലത്തുള്ള കോഹഷൻ ആണ് സി പി. സി ഐ എന്ന് പറയുന്നത് ആവറേജ് കോഹഷൻ ഫോർ ith ലെയർ. ഇപ്പം മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടെങ്കിൽ 6 ലെയറിലെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആവും. ASI എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് പൈൽ ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ, കേർവ് സർഫസ് ഏരിയയ്ക്ക് വേണ്ടിയാണ്. അടുത്ത് പറഞ്ഞാൽ πD ഇൻറ്റു എൽ, അല്ലെങ്കിൽ സ്ക്വയർ കേസിലാണെങ്കിൽ 4 ഇൻറ്റു ബി ആണ് പെരിമീറ്റർ ഇൻറ്റു എൽ, അല്ലെങ്കിൽ റെക്ടാങ്കിൾ കേസിലാണെങ്കിൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇൻറ്റു എൽ. ഓക്കെ. പിന്നെ അഡഷൻ ഫാക്ടർ ഫോർ ith ലെയർ ഡിപ്പെൻഡിങ് ഓൺ ദ കൺസിസ്റ്റൻസി ഓഫ് സോയിൽ. അങ്ങനെ ഇതേത് സീൻ്റെ വാല്യൂ വേരി ചെയ്യും. സീൻ്റെ ആൽഫേൻ്റെ ഒക്കെ വാല്യൂ വേരി ചെയ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ ഇതിൻ്റെ കേസിൽ. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന 0.6 എടുക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവേണ്ട കേസാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ മിക്ക കേസിലും. ഫോർ എൻ ബെയറിംഗ് പൈൽസ് QU is equal, അതാണ് ഫൈൻ. നമ്മൾ നേരത്തെ കമ്പൈൻഡ് പൈൽസിൻ്റെ കേസിലാണ് ഇക്വേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം എൻ ബെയറിംഗ് മാത്രമാണെങ്കിൽ ഏരിയ ഓഫ് ബെയറിംഗ് ഇൻറ്റു സി പി ഇൻറ്റു എൻ സിയും, ഫ്രിക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ASI ഇൻറ്റു ആൽഫ സി എന്ന് പറഞ്ഞ രീതിയിലേക്ക് എടുക്കുന്നത്. ഡ്രിവൺ പൈൽസ് ഇൻ കോഹസീവ് സോയിൽ. In the case of normally consolidated clay, alpha is equal to 1.
ഇൻ ദ കേസ് ഓഫ് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആൽഫ ഈസ് ഈക്വൽ ടു 0.3. ഇത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോയെന്ന് തരേണ്ടതാണ്, ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു വിശ്വാസം. ബോർഡ് പൈൽസ് ഇൻ കോയിൻസിഡൽ, അപ്പോൾ അതായത് ഒരു ടൈപ്പ് ഓഫ് പൈൽ അനുസരിച്ചിട്ട് ആൽഫയുടെ വാല്യൂ മാറുന്നതാണ്. ബിക്കോസ് ഫ്രിക്ഷൻ, അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇതാണ് പൈലെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള ഫ്രിക്ഷൻ ഡെവലപ്പ് ആകുന്നത് അതെങ്ങനെയാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ഇല്ല. നമ്മളതൊരു ഇടിച്ചിടിച്ച് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ നിന്നുള്ള സോയിലിൻ്റെ ഫ്രിക്ഷൻ കൂടും. അതേസമയം ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് വെക്കുകയാണെങ്കിൽ സൈഡിൽ നിന്നുള്ള സോയിൽ ഇമ്പാർട്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ വാല്യൂ കുറവായിരിക്കും. അതാണ് ആൽഫയുടെ വാല്യൂ കുറയുന്നത്. ആൽഫയുടെ വാല്യൂ കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റിയുടെ വാല്യൂയും കുറയും. പിന്നെ പൈൽസ് ഇൻ കോഷൻലെസ് സോയിൽ അല്ലെങ്കിൽ സാൻഡ് കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ദ അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി ഓഫ് പൈൽസ് ഇൻ സാൻഡ് ഇസ് ഗിവൺ ബൈ ദ ഫോളോയിങ് ഫോർമുല: ഏരിയ ഓഫ് ബെയറിംഗ് ഇൻറ്റു 0.5 ഇൻറ്റു ഗാമ ഡി എൻ ഗാമ പ്ലസ് പി ഡി ഇൻറ്റു എൻ ക്യൂ. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊന്നുകൂടെ പറയുന്നില്ല. പിന്നെ സോയിൽ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ സിഗ്മ ഇൻറ്റു കെ പി ഡി ടാൻ ഫൈ എ എസ് ഐ. ഈ പി ഡി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് കേസിന് കൊടുത്തേക്കുന്നത് ഗാമ ഡി ആണ്, വെർട്ടിക്കൽ സ്ട്രെസ്. കെ ഇൻറ്റു ഗാമ ഡി ടാൻ ഫൈ ഇൻറ്റു ഏരിയ ഓഫ് സ്കിൻ ഫ്രിക്ഷൻ. ഇതിൻ്റെ ടേംസ് ഒക്കെ പ്രോബ്ലം പറഞ്ഞാൽ പ്രോബ്ലം വരുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പറയുന്നില്ല. ഇത് പ്രോബ്ലം വരാതെ മനസ്സിലാകത്തില്ല. ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നു. ഓക്കെ. പിന്നെ എൻ ഗാമ എൻ ക്യൂ എന്ന് പറയുന്നത് ബെയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ ഓഫ് പൈൽ. നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ മൊഡ്യൂൾ 3 ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പാർട്സ് ആണ് ഇതൊക്കെ. പിന്നെ വേറെ ഇതാണ്, ബാക്കി ടേംസ് ഒക്കെ അറിയാമെന്നാ. ഓൾറൈറ്റ്. ഇതിനകത്ത് ഡെൽറ്റ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 0.755 എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, മീൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് 5 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. ടാൻ ഡെൽറ്റ എന്ന് പറഞ്ഞ കേസിൽ, സോറി അന്നേരം ഞാൻ നേരത്തെ പറയുന്നേരം ഞാൻ കോൺക്രീറ്റ് നോർമൽ ഞാൻ എവിടെയോ പഠിച്ച ഓർമ്മ. സ്റ്റീലാണെങ്കിൽ മീൻസ് ഓരോ കേസ് അനുസരിച്ച് മാറും ഡെൽറ്റയുടെ വാല്യൂ, ഡെൽറ്റയുടെയും കെയുടെയും വാല്യൂ. പക്ഷേ ഇതൊക്കെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ, ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ പിന്നെ എഴുതിയേക്കുന്നത്. മേയർ ഓഫ് ഇക്വേഷൻസ് KTU സിലബസിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ. ഇനി മേയർ ഓഫിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് കെയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിപ്പം ഒരു മീൻസ് കൺസിഡറിങ് മേയർ ഓഫ് ഇക്വേഷൻസ് ആണെങ്കിൽ കെൻ്റെ വാല്യൂ 0.5 ഫോർ ലൂസ് സാൻഡും ഈക്വൽ ടു 1 ഫോർ ഡെൻസ് സാൻഡ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ എടുക്കുക. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ, ഇപ്പോൾ സാൻഡിൻ്റെ കേസിൽ ഈ കൊടുത്തേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബെയറിംഗ് ആൻഡ് ഫ്രിക്ഷൻ ആണ്. ഈ ടേം ബെയറിംഗ് റെസിസ്റ്റൻസും പറയും, ഈ ടേം ഫ്രിക്ഷൻ റെസിസ്റ്റൻസും പറയും. അപ്പം ക്വസ്റ്റിനകത്ത് ബെയറിംഗ് മാത്രമാണ് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഫ്രിക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ബെയറിംഗ് മാത്രമാണെങ്കിൽ ഈ ഒരു പാർട്ട് മാത്രം ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക, ഫ്രിക്ഷൻ മാത്രമാണെങ്കിൽ ഈ പാർട്ട് മാത്രം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. പിന്നെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് പൈലാണെങ്കിൽ സിഗ്മ എടുക്കുന്നതിന് കാരണം വെച്ചാൽ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലാണെങ്കിലാണ്. ജസ്റ്റ് ഒരു ഐഡിയ കൊണ്ട് പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒറ്റ യൂണിഫോം സോയിലാണെന്ന് വെച്ചോ. അപ്പോൾ കെ ഇൻറ്റു ഗാമ ഡി ഇൻറ്റു ടാൻ ഫൈ എ എസ് ഐ ഒക്കെ എന്താണെന്ന് ഞാൻ പിന്നെ 2-3 വർഷം തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ഓക്കെ ഫൈൻ കെ ഇൻറ്റു ടാൻ ഡെൽറ്റ ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം ഇൻറ്റു പെരിമീറ്റർ ഓഫ് പൈൽ. അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏരിയ ഓഫ് പൈൽ എന്ന് പറയുന്നത് എത്ര, പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് ആണ്. പിന്നെ പി ഡി എന്ന് നമ്മൾ നേരത്തെ പറയുന്നത് ഗാമ ഡി ആണ്. അപ്പോൾ ഗാമ ഡി ഇൻറ്റു ഡെപ്ത് ഇൻറ്റു പെരിമീറ്റർ. അങ്ങനെ കുഴപ്പമില്ല, പ്രോബ്ലം വരുന്ന സമയത്ത് മനസ്സിലാവും. ഈ ഇക്വേഷൻ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഞാനിത് എത്ര പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ. ഓക്കെ ഫൈൻ. ഡിറ്റർമിനേഷൻ ഓഫ് പി ഡി ആൻഡ് ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം. അതായത് നമുക്ക് അങ്ങനെ ഇക്വേഷനിൽ ഇപ്പം ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഈ ടേം ഫ്രിക്ഷൻ്റെ ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പം ഇങ്ങനത്തെ ഒരു സോയിലാണെന്ന് വെച്ചോ, ഡി എന്ന് പറഞ്ഞ ഡെപ്തുള്ള സാൻഡി സോയിലിൻ്റെ അകത്തോട്ട് പൈൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡെപ്ത് വന്നിട്ടുണ്ട്, എഫക്റ്റീവ് മീൻസ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞുകൊണ്ട് DC. അതായത് ഈ DC എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഇതിൻ്റെ വാല്യൂ കൂടത്തുള്ളൂ.
ഗാമ ഡി എന്ന് പറഞ്ഞുകൊണ്ട് എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ മീൻസ് പ്രോപ്പർലി നോക്കുമ്പോൾ ഈ ഫുൾ ലെങ്ത്തിലോട്ട് ഓരോരോ ലെങ്ത്ത് വരുന്ന അനുസരിച്ച് ഗാമ ഡി വാല്യൂ കൂടേണ്ടതാണ്. പക്ഷേ നമ്മൾ പൈലിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് മീൻസ് ഇങ്ങനെ ഗ്രാജുവലി വേരി ചെയ്യുന്നുണ്ടെങ്കിലും പൈലിൻ്റെ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഡെഫിനിഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇന്ന് ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം. അല്ല ജസ്റ്റ് ബേസിക്കായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽഡ് പഠിക്കുന്നതിൻ്റെ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബിക്കോസ് എക്സാമിനാണെങ്കിലും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഈ ഒരു ലെവലിൽ കൂടുതലൊന്നും ചോദിക്കില്ല. ഡൗട്ട് മീൻസ് ഡീറ്റെയിലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഡെറിവേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് വരെ ഈ വാല്യൂ പി ഡിയുടെ വാല്യൂ കൂടും, പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പി ഡി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു ഡി ആണ്. The effective vertical pressure PD at the pile tip increases with depth only until a certain depth of penetration known as critical depth. അതായത് critical depth വരെ കൂടത്തുള്ളൂ. Below the critical depth, the effective vertical pressure remains essentially constant. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ലാറ്ററൽ എർത്ത് പ്രഷർ ഫിഗർ വരയ്ക്കത്തില്ലേ, ആ ഒരു രീതിയിലൊക്കെ മീൻസ് ഇങ്ങനെ ആ ഒരു കൺസെപ്റ്റായിട്ട് ഫിഗർ റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അതായത് സാൻഡിൻ്റെ കേസിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡെപ്ത് വരെ ഇത് കൂടും, പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിക്കോസ് ഈ ഫിഗർ വരച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും സോൾവ് ചെയ്യുക. ഡി സി വാല്യൂസ് ടേക്കൺ ആസ് 10B ഫോർ ലൂസ് സോയിൽസ് ആൻഡ് 20B ഫോർ ഡെൻസ് സാൻഡ്. ബി എന്ന് വരെ ഉദ്ദേശിക്കുന്നത് ഈ ഡയമീറ്റർ ഓഫ് ഇതാണ്, പൈലാണ്. എഫക്റ്റീവ് ഓവർ ബർഡൻ പ്രഷർ അതാണ് പി ഡി, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ ഡി സി. അത് ആ ക്വസ്റ്റനിൽ നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ഡി സി എന്ന് പറഞ്ഞ ലെങ്ത് വരെ കോൺസ്റ്റൻ്റ് എടുക്കത്തുള്ളൂ. ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പി ഡി ഇൻറ്റു ഡി സി പ്ലസ് പി ഡി ഇൻറ്റു ഡി മൈനസ് സി. അല്ലെങ്കിൽ ഏരിയ എടുക്കുന്ന സമയത്ത് എന്താ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എത്ര, പി ഡി, ഹൈറ്റ് എന്ന് പറയുന്നത് ഡി സി. അതാണ് ഈ ട്രയാങ്കിൾ പോർഷൻ്റെ ഏരിയ. പിന്നെ നമ്മൾ ഇതെടുക്കുക, ഈ റെക്റ്റാങ്കുലർ പോർഷനാണ്. റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ എടുക്കുക, പി ഡി എന്ന് പറയുന്നതായിരിക്കും മീൻസ് ബേസ് ബ്രെത്ത്, ഡി മൈനസ് ഡി സി എന്നായിരിക്കും ഈ ലെങ്ത്ത്. അതായത് ഈ സൈഡിൽ എന്ന് പറയുന്നത് പി ഡി അല്ലെങ്കിൽ ഗാമ ഡി സി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഇക്വൽ ഡി മൈനസ് ഡി സി. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഇതാണ് സാൻഡി സോയിലിൻ്റെ കേസിൽ ഫ്രിക്ഷണൽ കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈസിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു ടാൻ ഡെൽറ്റ ഇൻറ്റു ഏരിയ ഓഫ് പി ഡയഗ്രാം ഇൻറ്റു പൈൽ പെരിമീറ്റർ. പൈലിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഈ പി ഡി ഡയഗ്രാമിൻ്റെ ഏരിയ ഇൻറ്റു K ഇൻറ്റു ടാൻ ഡെൽറ്റ. പ്രോബ്ലം വരുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഈ ഗാമ പി ഡി എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് അല്ലേ, അത് നമ്മൾ നേരത്തെ ലാറ്ററൽ എർത്ത് പ്രഷർ പറഞ്ഞതുപോലെ തന്നെ ഈ ഏരിയ വരുമ്പോഴത്തേക്കും ഗാമ ഇൻറ്റു ഡിയും വാട്ടർ ടേബിൾ അടിയിൽ വരുമ്പോഴത്തേക്കും ഗാമ ഡാഷ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എടുക്കുന്നത്. അപ്പം വാല്യൂ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് അതുപോലെ എടുക്കണം. പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രോബ്ലംസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.